ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. ആദ്യം ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി മുറിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒന്ന് വേവിച്ച് മാറ്റി വെക്കുകയാണ്. അതേപോലെ സ്ട്രോബെറി ചെറുതായി മുറിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് വേവിച്ച് മാറ്റിയേക്കണം. അപ്പോൾ ഇത് ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. ഡോം കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ കാണിച്ചു തരാം. അളവൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി കേക്കിന് ആവശ്യമായിട്ടുള്ള മൈദ, അതേപോലെ കൊക്കോ പൗഡറും കോഫി, പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ബേക്കിംഗ് സോഡ, ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കൽ നിർബന്ധമാണ് കേട്ടോ. 2 പ്രാവശ്യം അരിച്ചെടുത്താൽ അത്രയും നല്ലത്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും വാനില എസൻസും പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര പൊടിക്കേണ്ടതെന്ന് ആവശ്യമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇടാം. ഈ മുട്ടേൻ്റെ കൂടെ തന്നെ ആദ്യം വാനില എസൻസ് ചേർക്കണം. ആ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായതാണ് കേട്ടോ. വാനില എസൻസ് ചേർക്കാൻ മറക്കരുത്. മുട്ടയുടെ ഒപ്പം തന്നെ ചേർക്കണം. അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊന്നും വരില്ല. പിന്നെ കുറേശ്ശെ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായി ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ബട്ടർ ചേർത്ത് കൊടുക്കാം. മെൽറ്റ് ചെയ്ത ബട്ടർ ചൂടാറിയ ശേഷം വേണം ചേർക്കാൻ കേട്ടോ. ഇപ്പം ഞാൻ ചേർത്തത് കുറച്ച് ചൂടുണ്ടായിരുന്നു. മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയത് കൊണ്ട് നല്ല ചൂടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ചൂടാറിയിട്ട് ചേർത്താൽ മതി. അതല്ലെങ്കിൽ ഈ മുട്ട അങ്ങനെ പതഞ്ഞ് വന്നതൊക്കെ ഒന്ന് താഴ്ന്നു പോവും. അതേപോലെ പാലും കുറച്ച് ചേർക്കുന്നുണ്ട്, ഒരു 1/4 കപ്പ്. അത് നമ്മളിപ്പോൾ ചേർക്കരുത്. ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ അങ്ങനെ ചേർത്തതാട്ടോ. അത് നമ്മൾ പൊടി ചേർക്കുമ്പോൾ പാല് ചേർത്താൽ മതി, മറക്കരുത്. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ പൊടി മൈദയൊക്കെ കുറേശ്ശെ ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ പാലും ആ ചൂടുള്ള ബട്ടർ ഒഴിച്ചുകൊണ്ടാണ് ആ ഫ്ലഫി ആയിട്ട് നിന്നതൊന്ന് താന്നു പോയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് നന്നായി ശ്രദ്ധിക്കുക. പിന്നെ പൊടി 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഡോം കേക്കാണ് കേട്ടോ. അപ്പോൾ ഡോം കേക്കിന് ആവശ്യമുള്ള ആ ഒരു പാത്രത്തിൻ്റെ സൈസിലുള്ള കേക്ക് ടിന്ന് വേണം എടുക്കാൻ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാനത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. 180 ചൂടാക്കിയ അവനിൽ 170 40 മിനിറ്റാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഒന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിനാവശ്യമുള്ള ഒരു ലിക്വിഡ് തയ്യാറാക്കണം. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീമും അതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് പാലും, ഇത് 3ഉം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡോം കേക്ക് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രമാണ് വേണ്ടത്. അത് സ്റ്റീലിൻ്റെ ആയാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ആയാലും നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളത് ഈ ഒരു ഷേപ്പിലുള്ളത് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ക്ലിങ് ഫിലിം ഒന്ന് വിരിച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ആ കുഴിച്ചിട്ടൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ, ഫുള്ളായിട്ട്. അത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ക്രീം തയ്യാറാക്കണം. ഈ കേക്കിന് ആവശ്യമുള്ള ക്രീം ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. അപ്പോൾ അത് മുഴുവൻ ആവശ്യം വന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു അളവിലാണ് ഉണ്ടാക്കണമെങ്കിൽ 1/2 കപ്പ് എടുത്താൽ മതിയാവും. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം. ആദ്യം ഒന്ന് മിക്സ് ചെയ്തു, എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തു, പിന്നെ ഒന്ന് ഹൈ സ്പീഡിലാക്കി. അതായത് സ്റ്റിഫ് പീക്കൊന്നും ആയിട്ടില്ല. അതിൻ്റെ മുമ്പേ തന്നെ നമുക്കതിൽ ക്രീം ചീസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് 200 ഗ്രാമിൻ്റെ ക്രീം ചീസാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ മധുരത്തിന് ആവശ്യമുള്ള അത്ര മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രീമാണ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ തേക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ക്ലിങ് ഫിലിം തേച്ച് ആക്കി വെച്ചിട്ടില്ലേ, ആ ക്ലിങ് ഫിലിമിൻ്റെ മേലെ കൂടെ ഒരു തിൻ ലെയറായിട്ട് അതൊന്നിങ്ങനെ അപ്ലൈ ചെയ്യുക. ഈ ഒരു ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ബാക്കി വന്ന ക്രീമും നന്നായി ഒന്ന് കവർ ചെയ്തിട്ട് അതും ഫ്രിഡ്ജിലേക്ക് വെക്കാം. കാരണം ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്യുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കേക്കൊക്കെ നന്നായി ചൂടാറി. അപ്പോൾ ഞാൻ ആ കേക്കിനെ 2 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഒരു പീസ് മാറ്റി വെക്കാം. മുകളിലത്തെ പീസിൽ ആ പൊങ്ങി നിന്ന ആ ഒരു ഭാഗമല്ലേ, അതും കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മളിപ്പോൾ ഈ ഒരു പീസിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുക.
ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഓരോ 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള സ്ക്വയർ പീസസ് ആക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. പുറത്തെ സൈഡ് മാത്രം കുറച്ചൊന്ന് ഹാർഡായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പിന്നെ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചതൊക്കെ താന്നു പോയി എന്ന് പറഞ്ഞില്ലേ, ആ കാരണം കൊണ്ടാണ്. അപ്പോൾ ബാക്കി വന്ന ആ മുകളിലത്തെ പീസും ഞാൻ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ സ്ക്വയർ പീസസിനെയൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിയേക്കാം. അതിന് ശേഷം നമുക്കിത് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പിന്നെ നമുക്ക് ഈ കേക്ക് പീസുകളില്ലേ, ആ ചെറിയ പീസുകൾ ഓരോന്നും ലിക്വിഡ് ഉണ്ടാക്കി മാറ്റി വെച്ചിരുന്നില്ലേ, അതിലൊന്ന് മുക്കിയിട്ട് ഇതിലൊന്ന് നിരത്തി കൊടുക്കുക. നടുക്കിൽ നിന്ന് തുടങ്ങിയിട്ട് സൈഡിലേക്ക് അങ്ങനെ നിരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലത്തെ അതേ ഷേപ്പിൽ തന്നെ ഈ കേക്ക് പീസുകളൊക്കെ ഒന്ന് നിരത്തി കൊടുക്കുക. അപ്പോൾ ഇനി നടുഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കണമല്ലോ, കണ്ടില്ല? അപ്പം അവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ച പൈനാപ്പിളും സ്ട്രോബെറിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ആ കുഴിയിലിട്ട് അവർ കുഴിഞ്ഞ് നിൽക്കണ ഭാഗത്ത് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ പിന്നെ വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കുക ഒരു ലെയറായിട്ട് കേട്ടോ. ഞാനത് ചെയ്യണില്ല. ഞാൻ ഈ ഫ്രഷ് ഫ്രൂട്ട്സും പിന്നെ ചോക്ലേറ്റിന് പകരം ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വൈറ്റും ഡാർക്കും ഉണ്ട്, അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ പൈനാപ്പിളും സ്ട്രോബെറി ഇട്ടപ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയില്ലേ. അപ്പോൾ ടേസ്റ്റും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി വന്ന കേക്ക് പീസസിനൊന്ന് പൊടിച്ചിട്ട് ആ ലിക്വിഡിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഫ്രൂട്ട്സിൻ്റെ മുകളിലൊന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ലെയറായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ ബാക്കി വന്ന പീസിനെ അതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് നിരത്തുന്നു. പിന്നെ നമ്മൾ മാറ്റി വെച്ച ആ കേക്കിൻ്റെ അടിയിലത്തെ ഭാഗമല്ലേ, അതിനെ കമിഴ്ത്തിയിട്ട് ഈ പാത്രത്തിൻ്റെ അകത്തേക്ക് വെക്കുക. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ഈ പാത്രത്തിൻ്റെ അളവ് എടുത്തിട്ട് ആ ഒരു അളവിലുള്ള കേക്ക് ടിന്നിൽ വേണം കേക്ക് ഉണ്ടാക്കാൻ കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ടൈറ്റായിട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് 8 ഇഞ്ച് വലിപ്പമുള്ള പാത്രമായിരുന്നു. അപ്പോൾ ആ ഒരു വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ കേക്ക് ടിൻ എടുത്തത്. ഏറ്റവും മുകളിൽ ഇതേപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ലിക്വിഡില്ലേ, മിൽക്ക് മെയ്ഡും ക്രീമും പാലും കൂടെ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു ഫോയിലിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോൾ കേക്ക് നല്ല സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കും ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് റെഡിമെയ്ഡായിട്ട് സ്പഞ്ച് കേക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ, അങ്ങനെ വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ടും ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ആ ഒരു ഡോം ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്ലീൻ ഫിലിമൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ ക്രീം, അതൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡോം കേക്ക് ഇവിടെ റെഡിയായി. വെറൈറ്റി ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്തും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.